രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ അടുക്കളയിലോട്ടാണ്. പല്ലേപ്പൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയതിനു ശേഷം മാത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പ്ലെയിൻ ദോശയും തക്കാളി ചട്നിയും പിന്നെ തേങ്ങാ ചട്നിയും ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തക്കാളിയൊക്കെ ഒന്ന് വാട്ടി വെച്ചു. പിന്നെ അതിന് ശേഷം തേങ്ങ അരവൽ. എനിക്ക് ഇഷ്ടമില്ലാത്ത വേറൊരു പരിപാടി കൂടിയാണ് ഈ തേങ്ങ അരവൽ. ഇങ്ങനെ ദോശ ചുടുന്നതിന് മുന്നായിട്ട് ഞാൻ ഫസ്റ്റ് 2 ചട്നി ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് വസൂട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു. വസൂട്ടൻ്റെ ഫീഡിങ് ഞാൻ നിർത്തിയിട്ട് 1 മാസത്തോളമായി. അതുകൊണ്ട് ഇപ്പം രാവിലെ എണീറ്റ കാര്യമായിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. എണീറ്റ ഉടനെ തന്നെ അത് കിട്ടും വേണം. അപ്പം ഒരു ദോശ മാത്രം വസൂട്ടന് ഞാൻ ചുട്ടുകൊടുത്തു. പിന്നെ രജി വന്നു. വരാനായ സമയം നോക്കി ഞാൻ ദോശ ചുട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രജി വന്നു. രജി ക്യാമറ കണ്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നീയും നിൻ്റെ ഒരു ക്യാമറ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വസൂട്ടൻ ദോശയൊക്കെ തിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ദോശ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രജി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ചൂടോടെ കഴിച്ചില്ലേ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ചൂടോടെ ചുട്ട് അപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ അതിരാവിലെ എണീക്കുക എന്ന് പറയുന്ന സംഭവം എൻ്റെ ഡിക്ഷണറി പണ്ടേ ഇല്ലാത്തതാണ് കേട്ടോ. കാരണം ഉറക്കം, അതായത് രാവിലെ ഇല്ലേ, രാവിലെ തൊട്ട് ഒരു 8 മണി വരെയുള്ള ഉറക്കമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉറക്കം. ബാക്കി രാത്രിത്തെയോ ഉച്ചക്കത്തെയോ എന്തുറക്കം വേണമെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ രാവിലത്തെ ഉറക്കം അതില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അത് ഇവിടെ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞാലും കുറച്ച് മാറിയിട്ടുണ്ടായിന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പിന്നെ അത് ഞാൻ പണ്ടത്തെ പോലെ തന്നെയായി. ഇപ്പം ഞാനൊരു 8 മണി ചെയ്യാണ്ട് എണീക്കില്ല. ബസൂട്ടനും ഉറങ്ങാണ് പിന്നെ പറയണ്ട. അതുമാത്രമല്ല രജിയും 9 മണിയൊക്കെ ആവും ചായ കുടിക്കാൻ വരാൻ. അതുകൊണ്ട് സാരില്ല. അങ്ങനെ ദോശയും ചുട്ട് ചമ്മന്തിയാക്കി. പിന്നെ നമ്മൾ പാൽ ചായ വീക്കിലി 3 പ്രാവശ്യമോ 4 പ്രാവശ്യമൊക്കെ വെക്കില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ കട്ടൻ ചായയാണ്. കട്ടൻ ചായയാണ് എനിക്ക് ഫേവറേറ്റ്. രജിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും. അതുകൊണ്ട് കട്ടൻ ചായ ഒരുവിധം എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വസൂട്ടൻ കഴിച്ചാലും പിന്നെ നമ്മളിവിടെ ഒന്നിച്ചിരുന്ന് കഴിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. വസൂട്ടന് പണ്ടേ ഇല്ലതാണ്. എൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് വസൂട്ടൻ്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് ഓൻ്റെ പ്ലേറ്റ് എനിക്ക് തരും. അങ്ങനെ എൻ്റെ ദോശ വസൂട്ടൻ എടുത്തു. എന്നിട്ട് വസൂട്ടൻ്റെ ദോശ എടുത്താണ് ഞാൻ തിന്നണേ. പിന്നെ അതിന് ശേഷം ചായ കുടിച്ച് കഴിഞ്ഞാൽ വസൂട്ടൻ അവിടെ എന്തെങ്കിലും ആയിട്ട് മറിക്കും. അപ്പോൾ രാവിലെ ഈ ഒരു മോപ്പിങ് മെയിനാണ്. ഈ മോപ്പിങ് മാത്രമല്ല, ഉച്ചക്കും ഉണ്ടാവും പിന്നെ രാത്രിക്കും ഉണ്ടാവും. ഒരു 3 പ്രാവശ്യം മോപ്പയിൽ കമ്പൽസറിയാണ് ഇപ്പോൾ ഈ വീട്ടിൽ. അങ്ങനെ സമയമായപ്പോൾ രജി പോകാൻ തുടങ്ങി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ക്യാനും കൂടി എടുത്തിട്ടാണ് പോണേ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അലക്കൊക്കെ ചെയ്തിന്. വസൂട്ടൻ താഴെ ഇറങ്ങി. ഈ സമയം ഞാനും താഴെ പോകും കേട്ടോ. ഈ സമയത്താണ് താഴെ പോയിട്ട് അലക്കി ആറിയിടൊക്കെ ചെയ്യുക. സൺഡേ മാത്രമല്ല കേട്ടോ, എല്ലാ സമയവും ഈ ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴാണ് ഞാൻ താഴെ പോവുക. അലക്കി ആറിയിടാനുള്ള പേര് പറയും. എന്നിട്ട് അവിടെ ഇരിക്കും. കുറേ നേരം ഇങ്ങനെ വർത്താനം പറയും. ഞാൻ ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ് ചില സമയത്ത് എനിക്ക് വായിൽ താനെ തമിഴാണ് വരുന്നത്. കാരണം ഹിന്ദിയും മലയാളത്തിലും വർത്താനം പറയുന്നതിലും കൂടുതലും ഞാനിപ്പോൾ തമിഴിലാണെന്ന് തോന്നുന്നു വർത്താനം പറയണേ. അങ്ങനെ അവിടുന്ന് കളിക്കുകയാണ്. ആ വടി വെച്ചിരിക്കുന്ന കണ്ടോ കീർത്തനൊക്കെ, അത് ഒന്നെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. ആരെങ്കിലും ഒരാളെ കയ്യിൽ ആ വടി എന്തായാലും ഉണ്ടാവും. കാരണം പിള്ളേർ വല്ലാണ്ട് കുരുത്തക്കേട് കളിക്കും. പിന്നെ ഈ കുട്ടിക്ക് എന്താ പറയുക, എന്തുണ്ടായാലും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കൂടും, തല്ലുകൂടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ എൻ്റെ വീട്ടിൽ കുട്ടിയമ്മയും വസൂട്ടനും വന്ന് ബോൾ എടുക്കാൻ വന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം സമയമായി ഒരു 12:30 ആയപ്പോഴാണ് ഞാൻ മേലേക്ക് വന്നത്. ഇനി ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ചെമ്മീൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാനുള്ളത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചു. ഈ 3 സെപ്പറേറ്റ് ഉള്ളി ഫ്രൈ ചെയ്യാൻ, മസാലക്ക്, പിന്നെന്താ തൈരിന് കച്ചമ്പറിന് ഉണ്ടാക്കാനൊക്കെയാണ്. അതൊക്കെ ചെയ്ത് വെച്ചു. ഇനി വേണം ബിരിയാണി ഉണ്ടാക്കാൻ. ബിരിയാണി പെട്ടെന്നാവും കേട്ടോ എനിക്ക്. 1 മണിക്കൂർ, അതും ചെമ്മീൻ ബിരിയാണിയെങ്കിൽ നല്ലോണം തീരെ സമയം വേണ്ട. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചോറ് ഫസ്റ്റ് കുക്കറിൽ വെച്ചു. കുക്കറിൽ നിന്ന് ഒറ്റ വിസിലായ ചോറാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാനല്ല, ഫസ്റ്റ് ആ ചട്ടി വെച്ചത് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യാനാണ്. ആ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ആ ബാക്കി എണ്ണയിലാണ് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് മീൻ ഫ്രൈ ചെയ്യാനും വെച്ചു. ചെമ്മീൻ കോരിയെടുത്ത് അതേ ചട്ടിയിൽ തന്നെ ബാക്കി എണ്ണ ഉണ്ടായാൽ മസാലയും ഉണ്ടാക്കി. അപ്പോൾ ചോറും ചെമ്മീൻ ഫ്രൈ ആയപ്പം വസൂട്ടന് വിശക്കാൻ തുടങ്ങുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ വസൂട്ടന് ചോറും ചെമ്മീൻ ഫ്രൈയും കൊടുത്തു. അങ്ങനെ മീൻ ഫ്രൈ സൈഡിലായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ ദമ്മും കൂടി ഇട്ടു. ദമ്മല്ല, ജസ്റ്റ് ഒരു ലെയർ ബിരിയാണി പോലെ ഇട്ട് ലേശം ഗരം മസാലയും ഗീയൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിച്ചു കേട്ടോ. രജി വരുന്നതിന് മുന്നായിട്ട് കുളിച്ചു.
അങ്ങനെ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. ചെമ്മീൻ ബിരിയാണിയും മീൻ ഫ്രൈയും കച്ചമ്പറും പിന്നെ രജിക്ക് അവിടെ നിന്ന് ആരോ മട്ടൺ കറി ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് കൊടുത്തിട്ടുണ്ടായി. അതാണ് കേട്ടോ ഇത്. അതും കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ സൺഡേത്തെ ലഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേയിലെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.